സത്യമ്മ കാണുന്നത് രണ്ടാം തരം കണ്ണോണ്ടാ. എന്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം, പക്ഷെ എന്റെ മോളെ വേർതിരിച്ച് കാണുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് പോണം കുഞ്ഞേച്ചി. സത്യമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞങ്ങൾ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. പിന്നെ പോകുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ മോളെയും കൊണ്ടുപോകും. അതിനിപ്പോ ആരെതിര് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ മോളെ കൂടെ കൊണ്ടുപോകും. നിങ്ങളിങ്ങനെ നിർബന്ധം പിടിച്ച മറ്റുള്ളവർ സങ്കടത്തിലാവുകയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് കൂടി വേണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാനും അന്തി ഉറങ്ങാനും പറ്റുന്ന രണ്ട് വീടുകളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ വീട്, പിന്നെ ഈ വീട് സത്യാമ്മയുടെ വീട്. പക്ഷെ രണ്ടിലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാ. അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കൂടി ആവുമ്പോ ഇല്ല ശരിയാവും. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് സങ്കടം പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് സങ്കടം പറഞ്ഞാലും പരിഹാരം കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഉടനടി ഒരു തീരുമാനം എടുക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. നിങ്ങൾ കുറഞ്ഞതൊരു 3 ദിവസത്തെ സാവകാശം എനിക്ക് താ. അതിനിടയിലും എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണാം. അതുവരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കേ. ഈ സ്ഥലം വാങ്ങിത്തന്നതാരാ? എന്റെ അച്ഛനല്ലേ? വീട് പണിയാൻ കല്ലിറക്കി തന്നതാരാ? അതും എന്റെ അച്ഛനല്ലേ? ഡേ, ഈ പെണ്ണിന് കല്യാണം ഉറപ്പിച്ചിരിക്കുക. നല്ലൊരു പാവാട നിങ്ങൾ ഈ കൊച്ചിന് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ഗുണ്ടയാണെന്നും പറഞ്ഞു നടക്കുക. ഗുണ്ടയല്ല, ഉണ്ടയാ, ഉണ്ട. ആൾക്കാർക്ക് വിലയില്ലാത്തൊരു ഗുണ്ട. ഞാനപ്പോ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് നീ പറയുന്നത്? ഓ, ചെയ്തിട്ടുണ്ട്. ദേ, ഈ കൊച്ചു വല്ലവന്റെ വീട്ടിൽ പോയി എച്ചിൽ പാത്രം കഴുകിക്കൊണ്ട് വരുന്ന കാശ് കൊണ്ട് അരി വാങ്ങിക്കുന്നതുകൊണ്ടേ 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ട്. പിന്നെ ചെയ്യുന്നതൊക്കെ കൊച്ചു നിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്റെ അമ്മേ, ദിവസവും നിങ്ങളിങ്ങനെ ഒച്ച വെക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. ദേ, കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. മോന്ത പിടിച്ച് ഭിത്തിയാൽ ഉരയ്ക്കും ഞാൻ. ഈ ഇരിക്കുന്ന നിന്റെ തന്തയുണ്ടല്ലോ, നിന്റെ കല്യാണത്തിനുള്ള കാശും കൊണ്ട് വരാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടേ കൊറേ നാളായി. നാളെ ഒരു ഒറ്റ ദിവസം കൂടെ ഞാൻ നോക്കും. നാളെയും കാശ് കിട്ടിയില്ലെങ്കിലേ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചോറിലോട്ട് അങ്ങ് ഒഴിച്ചു തരും. നട്ടല്ലില്ലാത്ത ഒരുത്തന്റെ മോക്കെ കല്യാണം കഴിക്കാനും ജീവിക്കാനും ഈ ഭൂമിയിൽ അവകാശമില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഇനി അതേ ഉള്ളു മാർഗം. ആരാ? വേലായുധ ചേട്ടനല്ലേ? എന്താടാ കാര്യം? നീ ഏതാ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഏതാന്ന്? ചേട്ടന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ. പുള്ളിയുടെ മരുമോനാ. ഏത്? കളക്ടറുടെ ഭർത്താവോ? വേടാ, നീ വലിയ ഗുണ്ടയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നീ അത് എന്റെ അടുത്ത് ഇറക്കാൻ നിൽക്കരുത്. ഞാൻ നിന്റെ അമ്മായിയപ്പനോടൊരു തുക ചോദിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടണം. കാശ് എറിഞ്ഞതിന് വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത്രയും വലിയ തുക പെട്ടെന്നുണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാശില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിക്കില്ലടാ. ഞാനേ ഒറ്റാൻ എളുപ്പമാ, പക്ഷെ ഒറ്റാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടല്ലേ. നീ എന്താടാ വേലായുധനെ പൊട്ടാസ് പടക്കം കാണിച്ച് പേടിപ്പിക്കുകയാണോ? അതോടെ തീരുമല്ലോ എല്ലാ പ്രശ്നങ്ങളും.
ജയിലിൽ പോവാതിരിക്കാനുള്ള മാർഗങ്ങളാണല്ലോ നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. അളമുട്ടിയ ചേരയും കടിക്കുന്നല്ലേ. അവന്റെ തനി സ്വഭാവം പുറത്തെടുത്ത ഞാൻ എന്റെ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. ഒരു കൊല ചെയ്താൽ പിന്നെ അതിന്റെ അറപ്പ് മാറിയെന്നല്ലേ പറയുന്നത്. കാരണം 1 ചെയ്താലും 2 ചെയ്താലും കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ഗോപാലേട്ടാ, ശാരദ, കുറച്ച് വെള്ളം വേണമായിരുന്നു. വല്ലാത്തൊരു ദാഹം. മോനെ നകത്തോട്ട് വാ, ഞാൻ ചായ എടുക്കാം. അല്ല, ചായ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം മതി. എനിക്ക് വെള്ളം ദാഹിച്ചിട്ടല്ല ശാരദമ്മയെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയതാ. ഒരാളെ അറിയിക്കാതെ ഉള്ളിക്കൊണ്ടു കൊടുക്കുന്ന ആ സത്യം ഉണ്ടല്ലോ, ഇപ്പൊ ഷാലിയുടെ അച്ഛനോട് പറയണം. നസീറിന്റെ ബോഡി എവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്? അത് പിന്നെ മോനെ, ഷാലിയുടെ അച്ഛൻ പറഞ്ഞു നോക്കൂ. പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ പറയാം.